തത്ര സൗഖ്യം വെറുത്തിടുവാൻ നല്ലതു നിത്യമായുള്ള ശാന്തി അറിക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വെറും നിർണയം. ആർക്കും കരുത്തരുതാതൊരവസ്ഥയിൽ നോക്കണമെല്ലാം കർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും ഉണ്ണിയോടെ കാമറ നീ കടവിൽ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. 5 മിനിറ്റ് വണ്ടി എടുക്കടാ. ഞാൻ വരാം. എടുക്ക്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുവാ. ഓൻ്റെ അമ്മേൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ശിവ. ഓൻ എനക്ക് സ്വന്തം മോനെ പോലെയാ. ആ കാരിപ്പള്ളി ദിനേശ് ഓൻ്റെ തലയാണ് എൻ്റെ പിന്നിൽ. ഓൻ്റെ തല മക്കെടുക്കണം. മാഷ ആലോചിക്കാൻ നേരമില്ല. നമ്മളിടെ എന്തിനു റെഡിയാന്ന്. പിള്ളേർ കത്ത് നിൽക്കുമെന്ന്. ഇനി ഇതിങ്ങനെ വിടാൻ പറ്റൂല. വിട്ടാൽ ഇനിയും നമ്മുടെ പിള്ളേർ ചോര ഇവിടെ പോവും. പണി ഇന്ന് തന്നെ നടക്കും. പക്ഷേ മാഷ് ബേജാറാവണ്ട. എൻ്റെ ബൈക്ക് എവിടെയാ? 3 കൊണ്ടുപോയി ഫുഡും കുപ്പി മേടിക്കാനായിട്ട്. കേള് നമ്പയാടാ 2.5 കിട്ടും. 1-2 ഏറ്റവും കൂടെ കയറണം. 3 റുപ്യ ഉദയനെടുത്ത് കൊടുക്കാൻ പറ. ബാക്കി എറണാകുളത്ത് കൊടുത്തോളാം അവരോട് പറ. ചാവി കൊടുക്കടാ. നീ കുറച്ചു നേരം ഇടിയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പാ. ഞാൻ ആനന്ദ്. അവിടേക്ക് അനങ്ങല്ല. ഉണ്ണിയേട്ടാ, നീ എന്തിനിപ്പോ ഏടുന്നത്? ഉപേന്ദ്രേട്ടൻ പോയി. പകരം കാരിപ്പള്ളി ദിനേശനായിരിക്കും അല്ലേ? ദിനേശൻ തീർന്നാൽ പിന്നെ അവരെ ചാൻസ്. ഇടുന്ന ആരായിരിക്കും? അപ്പോൾ ജഗദീശന് ഈ കളി തീരാനായാലും ഉണ്ണിയേട്ടാ, പ്ലീസ് കൊല്ലരുത്. ഓന് നന്ദു, നീ ഇത്ര ബേഡനായി പോയല്ലേ? ആണുങ്ങളിങ്ങനെ പറയല്. നമ്മുടെ ഉപേന്ദ്രൻ കിടന്ന കിടപ്പ് നീ കണ്ടിട്ടാ? ഇല്ലല്ല, കഷ്ണങ്ങൾ ഭാരി കൂട്ടുമായിരുന്നു. ഓ പൊറുക്കും എന്നോട്. നീ ആണാണെന്നുണ്ടെ പോയി വെട്ട ആ ദിനേശൻ കാരിപ്പള്ളീനെ. ഉപേന്ദ്രേട്ടനൊരു പാവത്താനേനും നിങ്ങളെ കൂടി ഉറ കൊല കൊടുത്തത്. കൊന്നാലും ചത്താലും നിങ്ങൾക്ക് തന്നെ ലാഭം. ഉണ്ണിയേട്ടാ നോയിക്കോ, ഇനി നിങ്ങൾക്ക് ഒന്നാ ഞാൻ കണ്ടോണ്ടിരിക്കൂല. ഓലൊക്കെ ആക്കല് നീ. ഈടെ വന്നിട്ട് തെണ്ടിയാരിളക്കിച്ച് ജീവനോട് നീ തിരിച്ചു പോകില്ല. കോയിന്നാറിന് മരുമോനായിപ്പോയി. അല്ലെങ്കിൽ
അവൻ്റെ കൊട്ട പറക്കേണ്ടി വരട്ടി. ആനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ നന്ദു, എന്തായി? ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വന്നിട്ടില്ല. എനിക്ക് നിൻ്റെ ദിനേശാൻ്റെ നമ്പർ ഒന്ന് അയച്ചു തരുമോ? അത്യാവശ്യമാണ്. ദിനേശ് ചേട്ടൻ്റെ എന്തിനാ? അത് ഞാൻ പറയാം, എന്നോട് പിന്നെ പറയാം. ഒന്ന് പെട്ടെന്ന് അയക്കുക. ഓക്കെ. നീ എന്നാ തിരിച്ചു വരുന്നത്? ഞാൻ നിന്നെ രാത്രിയിൽ വിളിക്കാമോ? ഹലോ ഹലോ, ഞാൻ ആനന്ദ്, ഐശ്വര്യൻ്റെ ഫ്രണ്ട്. ഐശ്വര്യൻ്റെ? ആ, മൈസൂർ പഠിക്കുന്ന നിങ്ങളെ കസിൻ ഇല്ലേ ഐശ്വര്യ? ഓ, അമ്മൂൻ്റെ. ആ, എനിക്ക് നിങ്ങളൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിൽ ആസ്പത്രിയിലാണ്, പിന്നെ കണ്ടാൽ മയ്യ. അല്ല, ഇപ്പം തന്നെ കാണണം, അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം. നിങ്ങൾ എവിടെയാ? ഞാൻ കീരിച്ചാലിനടുത്തുണ്ട്. ഞാൻ ഇപ്പോൾ ചെന്നൈത്ത് PHC-ലാണ്. വരികയാണെങ്കിൽ ഇപ്പം തന്നെ വരണം, ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ഇപ്പം വരാം. മോളെ, പേടിക്കാനൊന്നുമില്ല. AKG ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ് നല്ലത്. എന്നാ ഇനി താമസിക്കണ്ട. ശരി, കിടക്ക്. ദിനേശ് ചേട്ടാ, ആ, ഞാൻ ആനന്ദ്. നേരത്തെ വിളിച്ചിട്ടില്ലേ ഐശ്വര്യൻ്റെ? ആ, സഖാവ് ആംബുലൻസ് തായുണ്ട്, ഞാൻ ഇപ്പോൾ വരാം. ഇന്ന് നിങ്ങൾക്ക് ആരോ ഒരു അറ്റാക്ക് ഉണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയും പോകരുത്. നിങ്ങളാരാ? കാവിലേരിയിലെ PP ഗോവിന്ദൻ, എൻ്റെ അമ്മോന. ഇതെനിക്ക് നേരിട്ട് അറിയുന്ന കാര്യം. നിങ്ങളിതിപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇത് ചെയ്യൂല. പക്ഷേ ഇപ്പോൾ ഈ കുഞ്ഞിനെ ആസ്പത്രി കൊണ്ടുപോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവരെന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യും. പേടിച്ചു വിളിച്ച നായനെ പോലെ ചാവുന്നതിനേക്കാൾ നല്ലതല്ലേ അന്തോസോടെ ചാവുന്നു. അവർ വരട്ടെ. ഇത് പേടിയുടെ പ്രശ്നമല്ലല്ലോ ദിനേശ് ചേട്ടാ. നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ഇപ്പം ലേറ്റായി. കാരുണ്യ ലോട്ടറി നാളത്തെ കാരുണ്യ ഏട്ടാ, ഒരു കാരുണ്യ ലോട്ടറി എടുക്കണ്ട. സഖാ മുമ്പിൽ കയറിക്കോ, ഹർത്താലല്ലേ. ഇത് പീക്കണ്ടല്ല, നോക്കട്ടെ. ഇല്ലപ്പാ, വെറുതെ പേടിപ്പിക്കല്ല. വിളിച്ചാകുമ്പോ ബട്ടനെടുത്ത് പോയി കാണിക്ക്. ഞാൻ എന്നാ വീട്ടിലേക്ക് പോട്ടെ. നീടപ്പോ നേടം പോണ്ട, ഇവിടെ കിടന്നായി. അമ്മായി, ഞാൻ പോന്നേ. ആ, ബന്ധേട്ടാ. കാല് സ്ലിപ്പായോണ്ടാ വല്ല ഓൻ്റെയൊക്കെ ഒന്ന് വെച്ചെന്നുണ്ടല്ലോ. 5-6 കൊല്ലം കുയിക്കളരിന്നും പറഞ്ഞ് നടന്നല്ലാടാ ഈ. എന്താടാ തെയ്യം നേരത്തെ കഴിഞ്ഞു? ഞാൻ പെട്ടെന്ന് വന്നു. The number you are calling is either unreachable or switched off at the moment. Please try again later. ചാടിക്കില്ല. കാല് മെല്ലനെ മെല്ലനെ ഈട്. ഒരു സെക്കൻഡ്. അയ്യോ, വാ. സ്വാമി നോക്കി മെല്ലനെ. ആ, എൻ്റെ പാ. കാലിൻ്റെ മുട്ടിലെന്ന വേന.
आड़ा किടക്ക് ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ ದೊರಕುತ್ತಿಲ್ಲ ಅಥವಾ ಸ್ವಿಚ್ ಆಫ್ ಆಗಿರಬಹುದು. ನೀವು ಪ್ರಸ್ತುತ ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ಸಂಖ್ಯೆ ಸದ್ಯ ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಲ್ಲಿ എടുക്കട്ടെ? വേണ്ട. നിനക്ക് ചായ വേണ്ടല്ലോ? എന്നാ ഒന്ന് എടുത്തോ. നീ എന്താ നേരത്തെ വന്നേ? ഇത് തീർക്കണ്ടേ? ഓ, ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ഡി, ഞാൻ ഒരു പൊട്ടിയാണെന്ന് നീ വിചാരിക്കരുത്. നിന്നെ കണ്ടറിയാൻ നീ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. ഇപ്പം തന്നെ 3 തവണയായി ആനന്ദ് തന്നെ വിളിക്കുന്നു. നീ എന്താ അവൻ്റെ ഫോൺ എടുക്കാത്തെ? അവനാണോ അതിനെ അടിയുണ്ടാക്കിയത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ അവൻ്റെ ഫോൺ എടുത്താ? എനിക്കെടുക്കാൻ തോന്നിയില്ല. നിനക്ക് അവനെ ഇഷ്ടമല്ലേ? നീ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. അവൻ്റെ സംസാരം കേട്ടാൽ തന്നെ സങ്കടം വരും. കണ്ണൂരിലെ കാര്യം എനിക്കറിയാത്തോണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നടക്കുക ആൾക്കാർ. ഇതൊന്നും നിനക്ക് നേരത്തെ അറിയാൻ പാടില്ലായിരുന്നോ? കുറച്ച് നാളായിട്ട് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി എല്ലാം ഓർത്തെടുത്ത് അവൻ്റെ ലൈഫായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ. ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. കറക്റ്റ് ചെയ്യാൻ ലേറ്റായിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. അവൻ വീണ്ടും വിളിക്കുന്നു. എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞേക്ക് പ്ലീസ്. നീ ഇനി ഐശ്വര്യ വിളിക്കണ്ട. അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓൾ ഓവർ. അമ്മോ, ഉറങ്ങുന്നില്ലേ? ആ, പോന്ന്.
ഒന്നും പറ്റൂല. നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. കൊടീൻ്റെ നിറം നോക്കാണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ടാണ്, ഒരാളായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിച്ചത്. ഒരു പുതിയ ലൈഫിനെ പറ്റി സ്വപ്നം കാണാൻ എന്നെ പഠിപ്പിച്ച നിങ്ങളാണ്. ഇനി നിങ്ങൾ എന്നെ വെറുത്താലും എനിക്കൊന്നും മറക്കാൻ കഴിയില്ല. താങ്ക്സ്. നിങ്ങളെ കാണുന്നതിന് മുമ്പുള്ള എൻ്റെ ലൈഫിലേക്ക് ഞാൻ പോയിക്കോളാം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നന്ദു? നീ പറയും പോലെ അല്ല. എനിക്കറിയാലോ നമ്മുടെ നാട്ടുകാരെ. ഓർമ്മ വെച്ചപ്പം തൊട്ട് കേൾക്കുന്നതും കാണുന്നതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നേരെ മുമ്പിൽ വെച്ചിട്ട് രാമകൃഷ്ണ മാഷിനെ വെട്ടിക്കൊന്നത്. നീ പോ, എൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ ജീവനോടെ ഉണ്ടാവുമല്ലോ. Yeah, I'm calling from Coimbatore Nagar. There's an emergency trip to Kannur. Yeah, yes, next to the market. From there? Yes, and then take left. You'll reach a junction, okay? Once you reach there, just give me a call, okay? Yeah. ഇന്ദിരച്ചി, നന്ദു എനിക്ക് തുളച്ചേട്ടാ പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വാ വാ.
വേഗം വാന്ന്. എന്നാ ചേട്ടാ? നമ്മുടെ ആൾക്കാരെല്ലാം ഒളിവിലാന്ന്. നീയും കുറച്ച് ദിവസം തുരുത്തി പൊളിച്ചേക്കാൻ അച്ഛൻ പറഞ്ഞു. ഞാൻ എന്തിനെ കണ്ട്? നീ ആ കാര്യപ്പള്ളി തന്നെ വിളിച്ചനാ? വിളിച്ചിന്. നീ ഓൻ അവസാനം വിളിച്ചിനി. പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഓ രാവിലെ തന്നെ ഇപ്പൊ സ്റ്റേഷൻ നീട്ടി വരാം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇവിടുന്ന് ഞാൻ മാറിക്കൂല. ഡാ അതെല്ലാം പിന്നല്ലേ തെളിയിക്കാനാവുമല്ലോ. പിടിക്കപ്പെട്ട 3 മാസം അകത്ത് ഇറക്കേണ്ടി വരും. പിന്നെ ഇളയപ്പനോട് അച്ഛൻ പറഞ്ഞോളൂ. ഇവ ഡാ അതൊന്നും നീ പോണാക്കല്ല, പോലീസ് ട്രേസ് ചെയ്യും. ഇവ ഞായറാഴ്ചയാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. സഖാവ് കൂടെ പങ്കെടുക്കണം. എനിക്ക് വരാൻ കഴിയില്ല. അവിടെ വന്നാൽ ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിർബന്ധിക്കുന്നില്ല. പക്ഷേ സഖാവ് ദിനേശൻ്റെ അഭാവത്തിൽ സഖാവ് രാധിക പാർട്ടീൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കണമെന്നാണ് പാർട്ടീൻ്റെ തീരുമാനം. ദിനേശ് ചേട്ടൻ പാർട്ടിയിൽ വഹിച്ചിരുന്ന ചുമതലകൾ എന്നെപ്പോലൊരു പെണ്ണിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദയവായി എന്നെ ഒഴിവാക്കണം. എനിക്കൊരു മോനുണ്ട്. എനിക്കൊരു ജോലിയുള്ളതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയും വളർത്തും. ഞാൻ പോട്ടെ. ഓന്റെ കൈ ശരിയല്ല. എന്തോ എന്നാ പിന്നെ നീട് ആരും കുറെ ആൾ ചെയ്യറാ. നീ എത്ര കാലം ഒന്ന് വെച്ചിട്ടാ ഇവിടെ എങ്ങനെ മുൻകൂർ ജാമ്യത്തിൻ്റെ കാര്യമൊക്കെ വക്കീലിനോട് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ ആ ബാലകൃഷ്ണൻ വക്കീലിൻ്റെ അടയ്ക്ക് ബാ, ഞാൻ അവിടെ ഉണ്ടാവും. നീ എന്നെ അക്കരാക്കിയിട്ട് ഓനും കുട്ടിയോടെ ബാ. പോയിട്ട് വരാം. ഇന്നത്തെ ദിവസം പോക്കാം. നന്ദു ആയിച്ചി എന്നാ ചേച്ചി? ഇങ്ങോട്ട് വാ. വക്കീല് പറയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിടികൊടുക്കാൻ. പക്ഷെ മോനെ നീ ചെയ്തേക്കരുത്. ഉപേന്ദ്രേട്ടനെ പോലെ നിന്നെ ലിസ്റ്റ് പെടുത്താനുള്ള പരിപാടിയാണ്. ഞാൻ പറയാണ്ട് തന്നെ എനിക്കറിയാലോ ഒരു പ്രാവശ്യം കേസ് പെട്ടാൽ എന്താ ഉണ്ടാവുകയെന്ന്. എൻ്റെ അമ്മോനും ഉണ്ണിയേട്ടനും കൂടി ഇന്നലെ മാഷ കാണാൻ വന്നിന്. അവർ തമ്മിൽ പറഞ്ഞൊക്കെ ഞാൻ കേട്ട്. ഓന് നാട് വന്നിട്ടുണ്ടല്ല, എന്തെല്ലാം കച്ചറ ഉണ്ടാക്കി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മുട്ടേന്ന് വിരിഞ്ഞ കാലം തൊട്ട് ഓനെ കാണുന്നതല്ലേ. ഓൻ നമ്മുടെ കൂടെ നടന്ന ചെക്കനല്ലേ. വന്ന് ആ ചെക്കൻ ഇപ്പം നമ്മുടെ ഒപ്പരാന്നോ മാർക്സിസ്റ്റുകാരുടെ ഒപ്പരാന്നോ തിരിയാണ്ടായി പോയിനി. കൂടെ നിർത്തണം. ആനന്ദിനെ പോലത്തെ ചെറുപ്പക്കാരുടെ പഠിപ്പും ആത്മാർത്ഥതയല്ലാന്ന് നമ്മളെ രാഷ്ട്രത്തിൻ്റെ ഭാവി. ഏതായാലും നന്ദു പോയിട്ട് പോലീസിന് പിടികൊടുക്കട്ടെ. നമ്മുടെ പ്രവർത്തകരും പ്രവർത്തനമെല്ലാം ആവുമ്പോഴത്തേക്കും ഓന് കുറച്ച് മാറ്റം ഉണ്ടാവും. അതിന് ഓനല്ലല്ലോ, ജഗദീശനല്ലേ. ഓ എന്താ ഗോയിന്നേട്ടാ, ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിരടാ. ആ ജഗനാണ് നിന്റെ കേസിന് ബലം കൂടും. നന്ദു ആകുമ്പോൾ കേസ് തള്ളിപ്പോവും. ഒരു കുഴപ്പം വരില്ല. നന്ദുവിൻ്റെ അച്ഛനോട് ഞാൻ എന്നാ പറയാ? വാത്സല്യം കൊണ്ട് അന്ധനായി പോറ്. 1970 കങ്കനാടിന്ന് പാക്കും തൂക്കി ഈട വരുമ്പോൾ എനക്കുണ്ടായിരുന്നുള്ള ഒരമ്മ ക്ലായിക്കോട്ടമ്പലത്തിൻ്റെ മുമ്പിൽ ആലിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഞാൻ നിനക്ക് ദണ്ഡ എടുത്ത് തരുമ്പോൾ അന്ന് നിനക്ക് എത്രയോ വയസ്സ്? 5 or 6 ആയിട്ടുണ്ടാവും. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളെ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം സഹിച്ചു. അങ്ങനെയല്ല അല്ലേപ്പാ നമ്മൾ ഈ നിലയിലെത്തിയത്. കോയന്നിട്ട് പോയിട്ട് ഓനോട് വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറ. ലീഗൽ പോയിന്റ്സൊക്കെ ബാലകൃഷ്ണ വക്കീൽ പറഞ്ഞു കൊടുക്കും.